Assalamualaikum warahmatullahi wabarakatuh. Bismillah, alhamdulillah, wassalatu wassalamu ala ashrafir rasulillah wa ala alihi washabihi al-faizin biridallah, amma ba'd. എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ബ്രദേഴ്സ് ഇന്റർനാഷണൽ ഗ്രൂപ്പിലെ മെമ്പർമാരെ, ലോകത്തിന് സത്യമെന്തെന്ന്, നീതി എന്തെന്ന്, ധർമ്മമെന്തെന്ന്, സംസ്കാരം എന്തെന്ന് കാണിച്ചു കൊടുത്ത വിശ്വപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1489 ജന്മദിനം ലോകമെമ്പാടും കൊണ്ടാടുന്ന ഈ മഹത്തായ വേളയിൽ എന്റെ പ്രിയപ്പെട്ട ബ്രദേഴ്സ് ഇന്റർനാഷണൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ എല്ലാ മെമ്പർമാർക്കും ആദ്യമായി ഞാൻ നബിദിനാശംസകൾ അർപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തോടനുബന്ധിച്ച് നമ്മുടെ BIG ഗ്രൂപ്പിൽ സംഘടിപ്പിച്ച ഈ ചെറിയ നബിദിന പരിപാടിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സർവശക്തൻ തുണക്കട്ടെ, ആമീൻ. ജനിക്കുന്നതിനും 2 മാസം മുമ്പേ തന്നെ പിതാവ് മരണപ്പെടുകയും 6 വർഷം പ്രായമുള്ളപ്പോൾ മാതാവ് മരണപ്പെടുകയും ചെയ്ത് ചെറുപ്പം മുതൽ തന്നെ യതീമായി വളർന്നു വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൽ അമീൻ അഥവാ വിശ്വസ്തൻ എന്ന സ്ഥാനപ്പേരോടുകൂടിയായിരുന്നു അറേബ്യൻ ജനതയ്ക്കിടയിൽ വളർന്നു വന്നത്. അറേബ്യൻ കാട്ടാളൻ സമൂഹം അന്ന് ഏത് സ്ഥിതിയിലായിരുന്നു എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, തന്റെ സ്വന്തം ചോരയിൽ ജനിച്ച കുഞ്ഞ് പെണ്ണാണെന്നറിഞ്ഞാൽ ജീവനോടെ കുഴിച്ചുമൂടുന്ന ഒരു ദയനീയ കാഴ്ചയായിരുന്നു അന്നുള്ളത്. ജീവിതം എന്നാൽ വെറും പെണ്ണും കള്ളും മാത്രമാണ് എന്ന് ധരിച്ചിരുന്ന ഒരു സമൂഹത്തെ അള്ളാഹുവിന്റെ റസൂൽ വെറും 23 വർഷക്കാലം കൊണ്ടാണ് മാറ്റിയെടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഒന്ന് നോക്കിയാൽ, യുദ്ധപ്പടയാളിയായും ഭർത്താവായും പിതാവായും പുത്രനായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന മാതൃക അത് എല്ലാ മുസ്ലിമുകളും നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതാണ്. ഒന്നോർക്കുക, ഇസ്ലാമിന്റെ ആദ്യ യുദ്ധമായ ബദർ യുദ്ധം നടക്കുമ്പോൾ ഏകദേശം 10 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ബദർ യുദ്ധം നടക്കുകയുണ്ടായത്. നുബുവത്തിന്റെ 10 വർഷങ്ങൾക്ക് ശേഷമാണ് ബദർ യുദ്ധം ഉണ്ടായിരുന്നത്. ഇസ്ലാമിനെ ഇന്ന് ലോകത്ത് വിശേഷിപ്പിക്കുന്നത് യുദ്ധങ്ങളെ കൊണ്ട് സൃഷ്ടിയെടുത്ത, യുദ്ധങ്ങളെ കൊണ്ട് വളർത്തിയെടുത്ത മതമാണ് എന്നുള്ളതാണ്. എന്തായിരുന്നാലും എന്റെ മുസ്ലിം സമൂഹത്വം മറ്റുള്ള സമൂഹത്തോട് അത് തിരുത്തി കൊടുക്കേണ്ടതുണ്ട്. കാരണം ഇസ്ലാം വന്ന് ആദ്യത്തെ യുദ്ധം നടക്കുമ്പോൾ ഏകദേശം 10 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ യുദ്ധം നടന്നിരുന്നുവെങ്കിൽ എന്തായിരുന്നു ആ ബദർ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ആദ്യത്തെ യുദ്ധം നടക്കുന്ന ബദർ അത് പോരാളികളുടെ യുദ്ധമായിരുന്നു, പടനായകന്റെ യുദ്ധമായിരുന്നു, സത്യത്തിന്റെ യുദ്ധമായിരുന്നു, നീതിയുടെ യുദ്ധമായിരുന്നു. അപ്പോൾ ഒരിക്കലും ഇസ്ലാം വെറും ചോര കൊണ്ടോ അല്ലെങ്കിൽ യുദ്ധങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ വാൾമുനയെ മുൻനിർത്തിക്കൊണ്ടോ പടർത്തിയെടുത്ത യുദ്ധം ഒരിക്കലുമല്ല. ഇസ്ലാം ശാന്തിയുടെ മതമാണ്. ഈ ശാന്തിയുടെ മതമായ ഇസ്ലാം പഠിപ്പിച്ചത് നബിഗിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോക ജനതയ്ക്ക് തന്നെ മാതൃകയാണ്. ഓർക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദ മൈക്കൽ എച്ച് ആർട്ട് എന്ന ഇംഗ്ലീഷ് ലേഖകൻ എഴുതിയ ദ 100 ഗ്രേറ്റ് മെൻ എന്ന ഇംഗ്ലീഷ് പുസ്തകത്തിലെ ദ ക്യാപ്റ്റൻ ഓഫ് 100 ഗ്രേറ്റ് മെൻ എന്ന പരാമർശം വന്നപ്പോൾ അദ്ദേഹം ദ മൈക്കൽ എച്ച് ആർട്ട് തെരഞ്ഞെടുത്തത് ലോക മുസ്ലിമുകളുടെ നേതാവ്, ലോക സൃഷ്ടിക്ക് കാരണക്കാരൻ, വിശ്വപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ദീനിനെ നിലനിർത്തിക്കൊണ്ട് അള്ളാഹുവിന് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.